കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ ശ്രീകോവിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത കേസ് നിർണായകമായ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് CPM നേതാവായ A. പത്മകുമാറിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിലെ ഏറ്റവും പുതിയതും നിർണായകവുമായ നീക്കങ്ങളുടെ ഭാഗമായി പിടിച്ചെടുത്തു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള സംശയാസ്പദമായ വിദേശയാത്രകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങളാണ് SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതും തുടർ നടപടികൾ സ്വീകരിച്ചതും. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഇത്തരമൊരു കേസിൽ പ്രതിയാകുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലും CPM-ലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിദേശയാത്രാ ബന്ധങ്ങൾ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ SIT നടത്തിയ റെയ്ഡിലാണ് അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും പാസ്പോർട്ടുകൾ പിടിച്ചെടുത്തത്. ഈ നടപടിക്ക് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട്. 2019 ശ്രീകോവിലിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത ശേഷം ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും യാത്ര ചെയ്യാമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിദേശയാത്രകളിൽ പത്മകുമാറും പങ്കുചേർന്നിരിക്കാനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ഈജിപ്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് തെളിവായി മാറാൻ സാധ്യതയുണ്ട്. നിലവിൽ പ്രതിപട്ടികയിലുള്ള മറ്റു വ്യക്തികളുടെ വിദേശയാത്രാ വിവരങ്ങളും SIT അവരുടെ പാസ്പോർട്ടുകൾ പരിശോധിച്ചു വരികയാണ്. നിലവിൽ പ്രതിപട്ടികയിലുള്ള മറ്റു വ്യക്തികളുടെ വിദേശയാത്രാ വിവരങ്ങളും SIT അവരുടെ പാസ്പോർട്ട് പരിശോധനയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രകളെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം സമാന്തരമായി നടക്കുന്നുമുണ്ട്. താൻ ദേവസ്വം പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നുവെന്ന് പത്മകുമാറിന്റെ മുൻമൊഴിയും നിർണായകമാണ്. ഈ മൊഴിക്ക് പിന്നാലെ നടത്തിയ വിപുലമായ അന്വേഷണങ്ങളാണ് പോറ്റി പത്മകുമാർ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്തിയത്. പാസ്പോർട്ടുകൾക്കൊപ്പം പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും റെയ്ഡിൽ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരുവരുടെയും സാമ്പത്തിക ആസ്തികളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് SITയുടെ തീരുമാനം. 2017 ശേഷം ഇവർക്ക് കാര്യമായ സമ്പാദ്യമുള്ളതായി കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ആറന്മുളയിലെ ഒരു ബ്യൂട്ടിക് റിസോർട്ട്, മറ്റൊരു വീടിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് സംശയങ്ങളുമുണ്ട്. ഈ സംശയകരമായ ആസ്തികൾക്ക് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക സഹായമോ പങ്കാളിത്തമോ ഉണ്ടായിരിക്കാമെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ചയുടെ ഒരു പങ്ക് പത്മകുമാർ കൈപ്പറ്റിയതിന്റെ തെളിവുകളാണിതെന്ന് SITയുടെ പ്രാഥമിക വിലയിരുത്തൽ. ഈ നിഗമനം ഉറപ്പിക്കുന്നതിനായി പത്മകുമാറിന്റെ വിദേശയാത്രാ വിവരങ്ങളും അവിടുത്തെ കൂടിക്കാഴ്ചകളും SIT ശേഖരിക്കുന്നു. 2019 സ്വർണ്ണത്തട്ടിപ്പിന് ശേഷമുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രേഖകളൊന്നും റെയ്ഡിൽ കണ്ടെടുക്കാനായില്ല. പത്മകുമാറിന്റെയും ഭാര്യയുടെയും 2015, 16, 2016, 17 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകളുടെ വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. ബാക്കിയുള്ളവ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം തുടങ്ങിയിട്ടുമുണ്ട്. കൂട്ടായ ചോദ്യം ചെയ്യലും മൊഴികളുടെ പ്രാധാന്യവും കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഇനി നിർണായകമാകുന്നത് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതാണ്. SIT ഇന്ന് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. അദ്ദേഹത്തിന്റെ മൊഴിയാണ് ഇനി കേസിൽ നിർണായകമാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വരും ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ കഴിയും. പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം നേതൃത്വം നൽകിയത്. ഇത് ഇരുവരുടെയും മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താനും സത്യം പുറത്തു കൊണ്ടുവരാനും സഹായിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ സ്ഥിരീകരിക്കാൻ സാധിക്കും. പത്മകുമാറിനെതിരായ തെളിവുകൾ കൂടുതൽ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ മാപ്പ് സാക്ഷിയാക്കാൻ SIT ആലോചിക്കുന്നുണ്ട്. ബോർഡ് യോഗത്തിന്റെ മിനിറ്റ് പത്മകുമാർ തിരുത്തിയെന്ന് അംഗമായ KP ശങ്കരദാസും N വിജയകുമാറും മൊഴി നൽകിയിരുന്നു. എന്നാൽ യോഗ തീരുമാനങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തം എന്ന നിലയിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്തേക്കും. അതിനുശേഷം മാപ്പ് സാക്ഷിയാക്കി കേസിന് കൂടുതൽ ബലം നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ A. പത്മകുമാറിന്റെ അറസ്റ്റ് CPM-ന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പ്രമുഖ നേതാവ് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാവുകയും സാമ്പത്തിക ക്രമക്കേടുകളിൽ പങ്കുചേരുന്നതായി സംശയം ബലഹീനമാക്കുന്നത് പാർട്ടിക്ക് വലിയ തലവേദനയാണ്. പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും പാർട്ടിക്ക് കൂടുതൽ ദോഷകരമാകും. ഈ വിഷയത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPM-നുള്ളിൽ തന്നെ ശക്തമായ സ്വാധീനമുണ്ട്. ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി കേസ് കേവലം ഒരു ദേവസ്വം ക്രമക്കേട് എന്നതിലുപരി ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പായി മാറുകയാണ്. പത്മകുമാറിന്റെ കസ്റ്റഡിയും തുടർന്നുള്ള ചോദ്യം ചെയ്യലുമാണ് ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കുക.